അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അലിഗേഷൻസ് ആണ്. അത് തെളിയിക്കാനുള്ള ബാധ്യത അന്വേഷണ സംഘത്തിന് മുന്നിൽ പി വി അൻവറിനുമുണ്ട്. ഇപ്പോൾ ഈ 10 മണിക്കൂർ മൊഴി കൊടുത്തു എന്നതിൽ മാത്രം കാര്യമില്ല. അതിന്റെ അനുബന്ധ തെളിവുകളടക്കം ചോദിക്കുമ്പോൾ അത് കൃത്യമായി പ്രൂവ് ചെയ്യാൻ കഴിയണം. എം ആർ അജിത് കുമാർ നൽകുന്ന മൊഴിയിൽ അദ്ദേഹം അൻവറിനെതിരെ പറയുന്ന കാര്യങ്ങൾ, അൻവർ ഈ ആരോപണം ഉന്നയിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നതുകൂടി എം ആർ അജിത് കുമാർ താൻ കൊടുത്ത പരാതിയുടെ ഭാഗമായി മൊഴി നൽകുമ്പോൾ അതും കൂടി കൂട്ടിയിണക്കിയായിരിക്കും ഈ അന്വേഷണം മുന്നോട്ട് പോവുക എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി അന്വേഷണം നടത്തി നടപടി എടുക്കുമെന്ന് വ്യക്തമാക്കിയതോടെ പിന്നെ ചർച്ചയിലേക്കേ പോയിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ LDF യോഗത്തിൽ സംഭവിച്ചത്. അതുകൊണ്ട് എൻ്റെ സ്ട്രോങ് ടേക്ക് മുഖ്യമന്ത്രി ഒപ്പമുണ്ട്. അത് എം ആർ അജിത് കുമാറിനും പി ശശിക്കും ഒപ്പമാണ്. അതിന് ഒപ്പം നിൽക്കേണ്ട ഒരു ബാധ്യതയിലേക്ക് CPIM എന്ന പാർട്ടി, ആ പാർട്ടിക്കൊപ്പമുള്ള അണികൾ, അനുഭാവികൾ ഒക്കെ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനിയും ആ പാർട്ടിയിൽ തുടരണോ എന്നുള്ളത് അവർക്ക് വിടേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയൊക്കെ നിലപാടെടുക്കുന്ന, ഇങ്ങനെയൊക്കെ ഇഷ്ടക്കാരെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടി സംവിധാനത്തിനൊപ്പമാണോ നിങ്ങൾ തുടരേണ്ടത് എന്നുള്ളത് ആ പാർട്ടിയുടെ അനുഭാവികൾ, വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ സ്വീകരിക്കേണ്ടതുള്ളതാണ്. എൻ്റെ ഈ വിഷയത്തിലെ നിലപാട്